ഇപ്പം ഞാൻ നിൽക്കുന്നത് കർണാടകയിലെ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരെ ശിവാജി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുവാണ്. ഇന്നലെ ഇവിടെ വലിയ പരിപാടിയായിരുന്നു, റംസാനുമായിട്ട് ബന്ധപ്പെട്ട വലിയ പരിപാടിയായിരുന്നു ഇന്നലെ. അതിൻ്റെ ബഹളങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണിന്ന്. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തു. ഇന്നലെ വലിയ പരിപാടി എന്ന് പറഞ്ഞ കാര്യം പലതരം ഫുഡിൻ്റെ വെറൈറ്റീസും പിന്നെ തെരുവ് കച്ചവടങ്ങളും എല്ലാം കൊണ്ടും നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്നലെ. അങ്ങനെ ഇന്നലത്തെ പരിപാടികളെല്ലാം നടന്ന് കറങ്ങി കണ്ടതിന് ശേഷം രാത്രി ഇവിടെ സ്റ്റേ ചെയ്തു. ഇവിടെ റൂമിന് 500 രൂപയായിരുന്നു ചാർജ്. അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു സിംഗിൾ റൂമായിരുന്നു. അങ്ങനെ അവിടെ തങ്ങിയതിന് ശേഷം ഇന്ന് രാവിലെ ഞാൻ തങ്ങിയ ലോഡ്ജിന് താഴെയായിട്ട് തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പ്ലെയിൻ ദോശ കഴിച്ചു. 60 രൂപയായിരുന്നു പ്ലെയിൻ ദോശയുടെ വില. അങ്ങനെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം കുറച്ച് നേരം റൂമിൽ റെസ്റ്റ് എടുത്തു എന്ന് വെച്ചാൽ കുറച്ച് വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളെല്ലാം എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ചെയ്തതിന് ശേഷം ഇപ്പോഴും സമയം ഉച്ചയ്ക്ക് 2 മണിയായിട്ടുണ്ട്. ഞാൻ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോഴെൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് യശ്വന്ത്പൂരേക്ക് പോവുക. യശ്വന്ത്പൂരിൽ നിന്ന് സേലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിനുണ്ട്. ആ ട്രെയിനിൽ കയറിയിട്ട് തമിഴ്നാട് കർണാടക ബോർഡറിൻ്റെ ഏതെങ്കിലും ഒരു പരിസരത്തേക്ക് പോകാനാണ് എൻ്റെ പ്ലാൻ. അപ്പോഴെന്തായാലും നമുക്ക് യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ ആയിട്ട് ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു, ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു. ഇപ്പോഴും നോക്കേ, തിരക്കെല്ലാം മാറി ഉത്സവം കഴിഞ്ഞ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, ആ ഒരു അന്തരീക്ഷത്തിലേക്ക് വന്നിരിക്കുവാണ്. ഇവിടെ ഇടിവണ്ടിയൊക്കെ കിടപ്പുണ്ട്. എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ തടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമൊക്കെയാണ് ചെയ്തിരുന്നത്. ഇന്നലെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു, അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എന്നാലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴെന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നടന്ന് ശിവാജി നഗർ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. അവിടെ പോയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യം ആലോചിക്കാം. ഈ കാണുന്നത് റസൽ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റാണ്. റസൽ മാർക്കറ്റ് ഇത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ പെൻഡിങ് ആണെന്ന്. നമുക്ക് വേറൊരു ദിവസം വരാം. കാര്യം ഇന്നത്തെ ദിവസം റംസാൻ ആയതുകൊണ്ട് ഒരുപാട് തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒട്ടുമിക്ക കടകളും അവധിയാണ്. 99% കടയും ഇവിടുത്തെ കടകൾ അവധിയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ആ ഒരു മാർക്കറ്റിലോട്ട് കയറിയിട്ട് കാര്യമില്ല. നമുക്ക് വേറൊരു ദിവസം വരാം. ഇതെവിടെയായിട്ട് വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇന്നലെ ഇവിടെ കംപ്ലീറ്റ് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വേസ്റ്റൊക്കെയാണ് കിടക്കുന്നത്. അതൊക്കെ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വണ്ടിയാണിത്. ഇതാ കണ്ടില്ലേ, ഈ കാണുന്നതാണ് ശിവാജി നഗർ ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നിട്ട് നമുക്ക് യശ്വന്ത്പൂർ ബസ് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ പോവുക. അവിടെ നിന്ന് യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മെട്രോ ഉണ്ട്, അങ്ങനെയും പോവാം. പ്ലാറ്റ്ഫോം നമ്പർ 7 K1, ബസ് നമ്പർ K1. യശ്വന്ത്പുര എന്നാട്ടോ എഴുതിയിരിക്കുന്നത്. യശ്വന്ത്പുര ന്യൂ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ശിവാജി നഗർ എന്ന് ഞാനിങ്ങനെ പറയുന്നെങ്കിലും ശിവാജി നഗര എന്നാണ് ഇവിടെ പറയുന്നത്. ചില ബോർഡുകളെല്ലാം ശിവാജി നഗര എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോഴെന്തായാലും ബസ് വരട്ടെ, നമുക്ക് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നിരിക്കുവാണ്. ബസ് സ്റ്റാൻഡിനകത്ത് ഞാൻ ചോദിച്ചായിരുന്നു നിയറസ്റ്റ് മെട്രോ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് ഏതാണെന്ന്. അപ്പോൾ 144 ബസ് പോകുമെന്നാണ് പറഞ്ഞത്. 144 നമ്പർ ബസ്, അതായത് 144 നമ്പർ ബസ്സാണ്. എന്തായാലും നമുക്ക് ഈ ബസ്സിലേക്ക് കയറാം. യെസ്, അങ്ങനെ ഞാൻ ബസ്സിൽ ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. 6 രൂപ. MG റോഡ് മെട്രോ സ്റ്റേഷൻ അടുത്തേക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ MG റോഡ് മെട്രോ സ്റ്റേഷൻ എടുത്ത് ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, ഞാൻ വന്നിറങ്ങിയ ബസ്സാണ് ഇവിടെ നിൽക്കുന്നത്. സിഗ്നലിൽ നിൽക്കുവാണ്. അങ്ങനെ എന്തായാലും നമുക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് കയറാം. എന്നിട്ട് ഇവിടെ നിന്ന് നേരെ യശ്വന്ത്പൂരേക്ക് പോവാം. അങ്ങനെ ഞാൻ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ എടുത്ത് മെട്രോ ഇറങ്ങിയിരിക്കുവാണ്. ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. UTS ആപ്പ് വഴി ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. യശ്വന്ത്പൂർ മുതൽ അനേക്കൽ റോഡെന്ന് പറഞ്ഞൊരു റോഡുണ്ട്. പ്രൊനൗൺസിയേഷൻ അങ്ങനെ തന്നെയാണോ എന്നറിയില്ല. ഇവിടെ നിന്നും സേലത്തിന് പോകുന്ന വണ്ടിയുണ്ട്. വൈകുന്നേരം 3:55 ആ വണ്ടി. അങ്ങനെ ആ ട്രെയിനിൽ കയറിയിട്ട് അനേക്കൽ റോഡെന്ന് പറഞ്ഞ ആ ഒരു റോഡിൽ ഇറങ്ങണം. ഞാനിങ്ങോട്ട് ബാംഗ്ലൂർ വരുന്ന വഴിക്കെല്ലാം ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് കൃഷിപ്പാടങ്ങളൊക്കെ ഉള്ള ആ ഒരു പരിസരത്തായിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഞാൻ ഇതേവരെ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടില്ല, ആദ്യമായിട്ടാണ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ഈ യശ്വന്ത്പൂർ മുതൽ അനേകൽ റോഡെന്ന് പറഞ്ഞ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ വരെ പോകുന്ന ടിക്കറ്റ് ചാർജ് 35 രൂപയാണ്. അപ്പോഴെന്തായാലും ഞാൻ UTS വഴി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ സമയം 3:20 ആയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് ട്രെയിനിൽ കയറി അങ്ങോട്ടേക്ക് വിടാം. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ മെട്രോ ഇറങ്ങിയിട്ട് ഇങ്ങനെ വരുന്ന വഴിക്ക് ഇതാ കണ്ടില്ലേ, ഇപ്പോഴ് ഈ ഒരു പൂവിൻ്റെ സീസണാണ്. ബാംഗ്ലൂരെ പല സ്ഥലങ്ങളിലും ഈ ഒരു പൂ കാണാൻ സാധിക്കും. എന്തായാലും ഇത് കാണാൻ നല്ല ഭംഗിയാണ്. വയലറ്റ് ആണോ, വെള്ളയാണോ, ലാവൻഡർ ആണോ, ബ്ലൂ ആണോ, എല്ലാം കൂടെ ചേർന്ന് മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. എന്തായാലും കാണാൻ നല്ലൊരു ഭംഗിയാണിത്.
അങ്ങനെതാ നമ്മൾ മെട്രോ സ്റ്റേഷന് പുറത്തായിട്ട് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ആയിട്ട് ഫുഡ് കോർട്ടുണ്ട്. വലിയ സംഭവമൊന്നുമല്ല, അത്യാവശ്യം പപ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിച്ചതിന് ശേഷം നമുക്ക് ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ഒരു വടാപ്പാവ് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 3:20 കഴിഞ്ഞതേ ഉള്ളൂ. സമയമുണ്ട്, 10-15 മിനിറ്റ് സമയമുണ്ട്. യെസ്, അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനകത്ത് കയറി. ഈ കാണുന്നതാണ് വണ്ടി. 162-11 ട്രെയിൻ നമ്പർ, യശ്വന്ത്പൂർ ടു സേലം. കംപ്ലീറ്റ് ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്, ഏതിൽ വേണമെങ്കിലും കയറാം. യെസ്, അങ്ങനെ നമ്മുടെ സേലം എക്സ്പ്രസ് യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. 3:55 പുറപ്പെട്ടിരിക്കുകയാണ്. ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിന്നും പയ്യെ പയ്യെ നീങ്ങുന്നത് ഒരു പ്രത്യേക ഫീലാണ്. ആ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കാനേ. യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ കഴിയുമ്പോൾ കണ്ടില്ലേ, അമ്പരച്ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അങ്ങനെ ഓരോരോ കെട്ടിടങ്ങളും പാസ് ചെയ്ത് നമ്മൾ യാത്ര പുറപ്പെടുവാണ്. അവിടെ നിന്നും കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോഴാ കണ്ടില്ലേ, സാധാരണക്കാർ താമസിക്കുന്ന കുറച്ചധികം വീടുകളെല്ലാം കാണാം. മെട്രോയിൽ പോകുമ്പോൾ നല്ലൊരു വ്യൂ ആണ് ഇത് കാണാനേ. നമ്മളിപ്പോൾ ഈ ട്രെയിനിൽ പോകുന്നതിനേക്കാൾ മെട്രോയിൽ പോകുമ്പോഴാണ് നല്ലതുപോലെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ട്രെയിൻ ഒരുപാട് സ്പീഡാവുന്നതിന് മുന്നേ തന്നെ അടുത്ത സ്റ്റേഷനിൽ എത്തിയിരിക്കുവാണ്. ഈ സ്റ്റേഷൻ്റെ പേര് ഞാൻ വായിച്ചതായിരുന്നു, പെട്ടെന്ന് മറന്നുപോയി. പെട്ടെന്ന് നമുക്ക് മനസ്സിൽ നിൽക്കാത്തൊരു പേരായിരുന്നു, ലൊട്ടഗള്ളഹള്ളി, അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു. നോക്കട്ടെ, അവിടെ എവിടെയെങ്കിലും ബോർഡ് കാണും. ഒരു ബോർഡ് അങ്ങോട്ട് പാസ് ചെയ്തതേ ഉള്ളൂ, അടുത്ത ബോർഡ് നോക്കാം. ലൊട്ടിഗൊള്ളഹള്ളി, അങ്ങനെയാണ് ഈ സ്റ്റേഷൻ്റെ പേര്. അങ്ങനെ ലൊട്ടിഗൊള്ളഹള്ളി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്നും വീണ്ടും ട്രെയിൻ പുറപ്പെട്ടിരിക്കുവാണ്. യശ്വന്ത്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ട്രെയിൻ സ്പീഡായില്ലായിരുന്നു, വളരെ പയ്യാണ് വന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അടുത്ത സ്റ്റേഷനായി ലൊട്ടിഗൊള്ളഹള്ളി എത്തി. വീണ്ടും ട്രെയിൻ മുന്നേക്ക് പുറപ്പെടുവാണ്. ഇവിടെയായിട്ട് റെയിൽവേ ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്, വണ്ടികളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ട്രെയിൻ കുറച്ചും കൂടെ മുന്നിലേക്ക് പോയപ്പോഴേ ആ കാണുന്ന വലിയ ഫ്ലാറ്റ്, അതിൻ്റെ മുകളിലായിട്ട് പ്രസ്റ്റീജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ, ഈ വലിയ ആ കാണുന്ന വലിയ ഫ്ലാറ്റ്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കും പേയിങ് ഗസ്റ്റ് ആയിട്ടുള്ള ഓരോരോ ബോർഡുകളെല്ലാം കാണാം. ബാംഗ്ലൂരിൻ്റെ ആ ഒരു വൈബ് ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പോഴും അതേപോലത്തെ കെട്ടിടങ്ങളും വീടുകളും എല്ലാമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ട്രെയിൻ കുറച്ച് ദൂരവും കൂടെ യാത്ര ചെയ്ത് വന്നപ്പോൾ ഇപ്പോഴൊരു റെയിൽവേ സ്റ്റേഷൻ എത്തി. ഹെബ്ബൽ എന്നാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. ആ റെയിൽവേ സ്റ്റേഷൻ ഷൂട്ട് ചെയ്തതിനേക്കാൾ അപ്പോഴത്തെ ഇവിടെ ആയിട്ടൊരു കോച്ച് കണ്ടില്ലേ, പഴയ ബ്ലൂ കോച്ച്. ഇത് കോച്ച് എന്ന് പറയുമ്പോൾ പാസഞ്ചർ കോച്ചല്ലേ, ഇതല്ലാത്ത വേറെ എന്തൊക്കെയോ സംവിധാനങ്ങൾ കൊണ്ടുപോകുന്ന കോച്ചാണ്. അങ്ങനെ ഹെബ്ബൽ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്നും വീണ്ടും വണ്ടി പുറപ്പെടുവാണ്. ഇതാ കണ്ടില്ലേ, ഹെബ്ബൽ. അങ്ങനെ നമ്മൾ ഹെബ്ബൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഇപ്പോഴെത്തിയിരിക്കുന്ന ഈ സ്റ്റേഷൻ്റെ പേരാണ് ബനസ്വതി. ഈ ബനസ്വതി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ചധികം ആൾക്കാർ ഇറങ്ങും. അതായത് നമ്മൾ ബാംഗ്ലൂരേക്ക് വരുമ്പോൾ, എന്നിട്ട് ഇവിടെ നിന്ന് മെട്രോ ഒക്കെ പിടിച്ചിട്ടാണ് പല സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അങ്ങനെ ഈ സ്റ്റേഷൻ്റെ പേരാണ് ബനസ്വതി. നിങ്ങൾ ഉദ്ദേശിച്ചത് വനസ്പതി വേറെ, ബനസ്വതി വേറെ. രണ്ടും ഏകദേശം ഒരേ കണക്കത്തെ പേരാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ ഈ ട്രെയിനിലേക്ക് കയറാനുണ്ട്. അങ്ങനെ നമ്മൾ ബനസ്വതിയിൽ നിന്നും വീണ്ടും കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നപ്പോൾ ഇപ്പോഴും വന്നിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് ബേലാന്തൂർ റോഡ്. പുതുതായിട്ട് ചെയ്തിരിക്കുന്ന പ്ലാറ്റ്ഫോമൊക്കെയാണ് ഇതായി കാണുന്നത്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നല്ല പൊടിയായിരുന്നു, മെറ്റിലും ചിപ്സും അതേപോലത്തെ കല്ലുകളെല്ലാം ഇറക്കിയിട്ടിരിക്കുന്നത് കൊണ്ട് ഭയങ്കര പൊടിയായിരുന്നു. ട്രെയിൻ സ്പീഡിൽ വന്നപ്പോഴേ വരുന്ന വഴിയിലെല്ലാം അതേപോലത്തെ വർക്കുകളൊക്കെ നടക്കുമായിരുന്നു, ട്രാക്കിൻ്റെ വർക്കൊക്കെ നടക്കുമായിരുന്നു. അങ്ങനെ പ്ലാറ്റ്ഫോമിലേക്ക് വണ്ടി കയറിയിരിക്കുവാണ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ബേലാന്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീണ്ടും കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഇപ്പോഴും കയറുന്ന ഈ സ്റ്റേഷൻ്റെ പേരാണ് കർമ്മലറാം. കർമ്മലറാം എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് കയറുവാണ്. ഇവിടെ ആയിട്ട് വലിയ ഫ്ലാറ്റുകളെല്ലാം കാണും, കണ്ടില്ലേ. ഒരുപാട് വലിയ സ്റ്റേഷനൊന്നുമല്ല, ചെറിയൊരു സ്റ്റേഷനാണ്.
അങ്ങനെ കർമ്മലാറാം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീണ്ടും വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ ചെറുതാണെന്നുണ്ടെങ്കിലും അടുത്തുള്ള സിറ്റി വലുതാണ്. കണ്ടില്ലേ, വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും എല്ലാം കാണാം. ഇതാ ഇവിടെ ആയിട്ട് കണ്ടില്ലേ, ശോഭയുടെ വലിയ ഫ്ലാറ്റൊക്കെ കാണാം. ഇതാ ഇവിടെ ആയിട്ട് ഒരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അനേക്കൽ റോഡ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിരിക്കുവാണ്. ട്രെയിൻ എങ്ങനെ എന്നെ ഇറക്കിയിട്ട് പോയി. ഞാനിവിടെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് ഈ റെയിൽവേ സ്റ്റേഷനാണ് കർണാടകയുടെ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് അറിഞ്ഞത്. ഇനി അപ്പുറത്തേക്ക് തമിഴ്നാടാണ്. ഇവിടെ ഇറങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ നല്ല ഗ്രാമ അന്തരീക്ഷമാണ്. നേരത്തെ നമ്മൾ നിന്നത് മെട്രോയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിന്നൊരു സിറ്റിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നോക്കെ നല്ല ഗ്രാമമാണ്. ഇപ്പോഴും വൈകുന്നേരം 5:30 സമയമായിട്ടുണ്ട്. 3:55 ട്രെയിനിൽ കയറിയത്. പലതരം കൃഷികളെല്ലാം കാണാം. അങ്ങോട്ടൊക്കെ ആയിട്ട് പൂവിൻ്റെ എല്ലാം കൃഷിയാണ്. ഇതെവിടെ കൃഷിക്കായിട്ട് കിളച്ചിട്ടിരിക്കുവാണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ മണ്ണ് കിളച്ചിട്ടിരിക്കുവാണ്. ചില സ്ഥലങ്ങളിൽ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതേ ഇവിടെ ആയിട്ട് നോക്കേ, ഏതോ ഒരു ഫാം ആണെന്നാണ് തോന്നുന്നത്. ഓടിട്ട നീളത്തിലുള്ള കെട്ടിടം കാണാം. കന്നുകാലികളെ ഒന്നിനെയും കാണുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു എന്തിൻ്റെ ഫാമാണെന്ന്. പക്ഷേ ഏത് ജീവിയെ വളർത്തുന്നതാണെന്ന് അറിയില്ല. എന്തായാലും ഒരു ഫാമാണത്. സൺസെറ്റിന് സമയമായി വരുന്നുണ്ട്. ഇത് അവിടെ ദൂരെയായിട്ട് നോക്കേ, വെള്ളം പമ്പ് ചെയ്യുന്നത് കണ്ടില്ലേ, കൃഷിക്കായിട്ട്. അവിടെ എന്തൊക്കെയോ കൃഷി ചെയ്യുന്നുണ്ട്. എങ്കിലും ഞാനൊന്ന് ആലോചിച്ച് നോക്കിയതാ, കുറച്ച് മുന്നേ ഒരു 2-2.5-3 മണിക്കൂർ മുന്നേ വരെ മെട്രോയും വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലത്തുനിന്ന് ഇപ്പോഴിതാ നോക്കേ, മുള്ളുകാടും വയലും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുവാണ്. ഇതാ ഇവിടെയും റോസാപ്പൂവിൻ്റെ കൃഷിയുണ്ട്. ഇതാ കണ്ടില്ലേ. ഇതാ ഇതുവഴി ഒന്ന് മണ്ണ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്കൊന്ന് നടന്നു പോവാം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ലാസ്റ്റ് ഇറങ്ങിയ സ്റ്റേഷന് മുന്നേ ആയിട്ടൊരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അത് ഞാൻ വിഴുങ്ങി. അതിവിടെ ആയിട്ടൊരു കമ്പൊക്കെ ഉണ്ട്. ഇതിൽ പിടിച്ച് നമുക്ക് പയ്യെ, യെസ്, നമ്മൾ നടന്ന് വഴി തെളിഞ്ഞ ആ ഒരു വഴിയുണ്ട്. ഇവിടെ ഭൂമിയൊക്കെ പിളർന്നു പോയിരിക്കുന്നല്ലോ രണ്ടായിട്ട്. പ്രകൃതിക്ഷോഭമല്ലോ ആണോ? നമ്മളങ്ങനെ പൂക്കൃഷിയുടെ അടുത്ത് വന്നിരിക്കുവാണ്. പൂവെല്ലാം വളർന്നു വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമുക്കൊരു ദിവസം വരാം. പൂവെല്ലാം നല്ല വളരുമ്പോഴേ. ഇതാ നോക്കേ, ഇതാണ് മാർക്കറ്റിലെത്തുന്നത്. ബാംഗ്ലൂരും സേലവും അങ്ങനത്തെ പല പല സ്ഥലങ്ങളിലെ മാർക്കറ്റിലെത്തുന്നത് ഈ പൂവ് വിരിഞ്ഞ് വലുതാവുമ്പോഴാണ്. ഇവരെ ഇതിൻ്റെ ഇടയിൽ പട്ടി വളർത്തുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു കൊര നോക്കേ, ജസ്റ്റ് മിസ്സിനാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതാ നോക്കേ, എന്നെ കടിക്കാമെന്ന് വിചാരിച്ചാടാ പട്ടി. വീണ്ടും കുറച്ച് ദൂരം നടന്നു വന്നപ്പോഴത്തെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടില്ലേ, എന്തൊക്കെയോ മൂടി കൃഷി ചെയ്യുന്നുണ്ട്. വെയിൽ ഒരുപാട് കൊള്ളാതെ കൃഷി ചെയ്യുന്ന ഏതോ ഒരു സംഗതിയാണ്. അതിനായിരിക്കാം അത് മൂടി വച്ചിരിക്കുന്നത്. എന്തായാലും നമ്മൾ കുറച്ച് ദൂരം കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ റോഡെത്തും. ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നിന്നും സേലത്തേക്ക് പോകാനാണ്. സേലത്ത് പോയിട്ടേ നമുക്കവിടെ സ്റ്റേ ചെയ്യാം, എന്നിട്ട് ബാക്കി കാര്യം ആലോചിക്കാം. റോഡ് എത്താറായപ്പോഴത്തേക്കും ഒരു ബസ് നിർത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പ് ആയിരിക്കാം ഇത്. റെയിൽവേ ഗേറ്റും അടുത്തായിട്ട് തന്നെ ഉണ്ട്. കണ്ടില്ലേ, റെയിൽവേ ഗേറ്റിനടുത്തായിട്ട് വന്നപ്പോഴേ ഇതെവിടെയായിട്ട് നോക്കിയ ഒരു ലോറി ട്രാക്കിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ടയറെല്ലാം മാറ്റിയിട്ട് ട്രെയിനിൻ്റെ ആ ഒരു വീലെല്ലാം കയറ്റിയിരിക്കുകയാണ്. കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റിൽ ചെയ്തിരിക്കുകയാണ്. എന്തായാലും കൊള്ളാം അല്ലേ. വേറൊരു ബസ് വന്നിട്ടുണ്ട്, ലോ ഫ്ലോർ വിത്തൗട്ട് AC. അതാണ് കർണാടകയുടെ ബസ്സാണ്. നമ്മളിപ്പോഴും നിൽക്കുന്നത് കർണാടകയിൽ തന്നെയാണ്. കർണാടകക്കാരാന്ന് ഏതോ സിനിമയ്ക്കകത്ത് പറയുമല്ലോ, അതേപോലെ. റോഡിലൂടെ കുറച്ച് ദൂരം, വളരെ കുറച്ച് ദൂരം നടന്നപ്പോൾ ഇതെവിടെയായിട്ടൊരു ചെറിയൊരു അമ്പലം കണ്ടില്ലേ. എന്തായാലും ആ ഒരു അമ്പലം കാണാൻ നല്ലൊരു വൈബായിട്ടുണ്ട്. അമ്പലത്തിനോട് ചേർന്ന് തന്നെയായിട്ടതാ ഒരു പാൽ സൊസൈറ്റി ഉണ്ട്. കണ്ടില്ലേ, അതൊരു പാൽ സൊസൈറ്റിയാണ്. പശുവായിട്ടൊക്കെ വന്നിട്ടുണ്ട് കർഷകൻ എന്ന് പറയാനില്ല, ഒരു പയ്യൻ. വീണ്ടും ഒരു ട്രാക്ടർ കാണാം. ഇവിടെ എല്ലാം കൃഷിയും അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോഴവരുടെ എല്ലാം വരുമാന മാർഗമായിട്ട് ബന്ധപ്പെട്ട വാഹനങ്ങളാണ് അവർ വാങ്ങുന്നത്. ഈ വീട് നോക്കിക്കൊള്ളാമല്ലോ, ഒരു നല്ലൊരു തിണ്ണയൊക്കെ ആയിട്ട് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. കൊള്ളാമല്ലേ.
വൈകുന്നേരം ചായ കുടിച്ചിട്ടിരിക്കാൻ നല്ലൊരു ഫീലായിരിക്കും. ദാ ഇവിടെ ആയിട്ട് വേറൊരു അമ്പലം കാണാം. ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ചധികം അമ്പലങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ആൽമരമൊക്കെ ആയിട്ട് നല്ലൊരു ഫീലുണ്ട്. ഈ കാണുന്നത് ഒരു ബാർബർ ഷോപ്പാണ്. പക്ഷേ ബാർബർ ഷോപ്പിൻ്റേതായ വെളിയിലൊരു പരസ്യവും ഇല്ല. സാധാരണ ഒരു താടിയുടെയും എന്തിൻ്റെയിലൊക്കെ ഒരു ബോർഡ് കാണും. പക്ഷേ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. അനേക്കൽ എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡിലേക്ക് പോവുക. എന്നിട്ട് അവിടെ നിന്നും ഹൊസൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ ആ ഹൊസൂർ പോയി കഴിഞ്ഞാൽ, ഹൊസൂർ എന്ന് പറയുന്ന സ്ഥലം തമിഴ്നാടാണ്. ഹൊസൂർ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബസ് സേലത്തേക്കുണ്ടെന്നാണ് അറിഞ്ഞത്. നോക്കട്ടെ, ഞാൻ ചിലപ്പോൾ ഹൊസൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റേ ചെയ്യും. എന്നിട്ട് വിക്രമിൻ്റെ സിനിമയൊന്ന് കാണണമെന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എല്ലാമായിട്ട് കുറച്ചധികം ട്രാക്ടർ ഉണ്ടെന്ന്. ഇതാ ഇവിടെയുണ്ട്. ഇത് ട്രാക്ടർ എല്ലാം റിപ്പയർ ചെയ്യുന്നൊരു സ്ഥലമാണ്, വർക്ക്ഷോപ്പാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ഇതാ ദൂരെയായിട്ട് വേറൊരു ട്രാക്ടർ വരുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, അതിന് ബാക്കിലായിട്ട് മരമെല്ലാം ഉണ്ട്. മരത്തടിയൊക്കെ ആയിട്ട് പോവുകയാണ്. വിറകാണ്. ലോറി നോക്കേ, കൊള്ളാലോ, നല്ല ലുക്കുണ്ട് അത് കാണാൻ. കണ്ടില്ലേ, ഇവിടെയും ചെറിയൊരു കാവ് പോലത്തെ ഒരു അമ്പലം, വലിയൊരു ആലിൻ്റെ ചോട്ടിലായിട്ട് ചെറിയൊരു അമ്പലം. ഇങ്ങനത്തെ അമ്പലങ്ങളിൽ വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ കാണാം. അങ്ങനെ ഞാൻ നടന്ന് നാലും കൂടിയ റോഡ് എത്തിയിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, ഒരു ചെറിയൊരു ജംഗ്ഷൻ എത്തിയിരിക്കുവാണ്. കുറച്ചധികം കടകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരു ടൗണാണിത്, അലേക്കൽ ടൗൺ. എന്തായാലും നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകേണ്ടത് നേരെയാണ്, അങ്ങോട്ടേക്കാണ്. നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു പോവാം. നേരത്തെ നമ്മൾ കണ്ടില്ലായിരുന്നോ ട്രാക്ടർ? അതേപോലെ ട്രാക്ടർ ഇപ്പോഴ് പല ആവശ്യങ്ങൾക്ക് ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. ലോഡ് അടിക്കാനും പിന്നെ വെള്ളം കൊണ്ടുപോകാനും എല്ലാത്തിനും. അങ്ങനെ ഇത് കാറ്റാടിക്കഴയാണ്, അതുകൊണ്ടാണ് പോകുന്നത്. ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോയപ്പോൾ ഇത് എവിടെയായിട്ട് കണ്ടതാണ് ചെറിയൊരു അമ്പലമാണ്. ഇത് കണ്ടില്ലേ, പാറയിലാണ്, സ്ലാബ് പോലത്തെ പാറയിൽ ശില്പങ്ങൾ വരച്ച് വെച്ചിരിക്കുവാണ്, കൊത്തി വെച്ചിരിക്കുന്നതിൻ്റെ മുകളിലായിട്ട് പെയിൻറ് കൊണ്ട് സ്പോട്ട് ചെയ്തിരിക്കുവാണ്. കണ്ടില്ലേ, അത് കൊള്ളാം. സാധാരണ ഈ ഒരു ബ്ലൂ കളർ അങ്ങനെ അമ്പലങ്ങളിൽ കാണാറില്ല. അതൊരു വ്യത്യസ്തമായിട്ട് തോന്നി. ഏതാ തമിഴ്നാടിൻ്റെ വണ്ടി. ഇവിടെ സെക്കൻഡ് ഹാൻഡ് വണ്ടി സെയിൽ ചെയ്യുന്ന കടയാണ്. അങ്ങനെ നമ്മൾ നടന്നു വന്നപ്പോൾ ഇതാ ഇവിടെ ആയിട്ടൊരു സിനിമാ തിയേറ്റർ എത്തിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സിനിമാ തിയേറ്ററിൻ്റെ ഒരു വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. യെസ്, നമ്മുടെ എമ്പുരാൻ ഇവിടെ ഉണ്ടല്ലോ. എമ്പുരാൻ വൈകുന്നേരം 4:30 ഒരു ഷോ ഉണ്ടായിരുന്നു. 4:30 PM. 2 വീലർ 20 രൂപ, ഓട്ടോ 30 രൂപ, കാർ 40 രൂപ. സത്യത്തിൽ നമ്മുടെ നാട്ടിലെ തിയേറ്ററിലൊന്നും അങ്ങനത്തെ പാർക്കിംഗ് ഫീസ് അങ്ങനെ പിഴിഞ്ഞ് വാങ്ങാറില്ല. ഇവിടെ കന്നഡ സൂപ്പർ സ്റ്റാർ അപ്പുവിൻ്റെ വലിയൊരു ഫ്ലെക്സാണ് വെച്ചിരിക്കുന്നത്, കട്ടൗട്ടാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കന്നഡ സൂപ്പർ സ്റ്റാർ പുനീത് രാജ്കുമാറിന് 50ാം പിറന്നാൾ വാർഷികം. എന്തായാലും വലിയൊരു ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, വലിയൊരു കട്ടൗട്ട്. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങി വന്നപ്പോഴത്തെ എവിടെയായിട്ട് നോക്കേ, കോഴിക്കടയുടെയും ഇറച്ചിക്കടയുടെയും ഒരു സെക്ഷനാണ്. നിരത്തി പിടിച്ചൊരു 3-4 കടയുണ്ട്. ഈ വഴി അങ്ങോട്ട് പോകുന്നതെല്ലാം ഇറച്ചിക്കടകൾ തന്നെയാണ്. ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ ആയിട്ട് ഇറച്ചി തൂക്കിയിട്ടിരിക്കുന്നത്. ബസ് സ്റ്റാൻഡിലേക്ക് നടന്ന് പോകുമ്പോൾ ഇവിടത്തേക്ക് വീടുകൾ നോക്കേ, കൊള്ളാമല്ലേ. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് നടന്ന് എത്താറായപ്പോൾ ഇവിടെ ആയിട്ടൊരു മുസ്ലിം പള്ളിയെല്ലാം കാണാം. കണ്ടില്ലേ. എന്തായാലും നമ്മൾ ബസ് സ്റ്റാൻഡ് എത്താറായിരിക്കുവാണ്. ഇതാ നേരെ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. ഇതാ ഒരു ബസ് മെജസ്റ്റിക്കിലേക്ക് പോകുന്ന ബസ്സാണിത്. ബാംഗ്ലൂർ മജസ്റ്റിക് അങ്ങോട്ടേക്ക് പോകുന്ന ബസ്സാണിത്. ഇതവിടെ ആയിട്ട് കർണാടകയുടെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സെല്ലാം നിർത്തിയിട്ടുണ്ട്. നിർത്തിയിട്ടിരിക്കുന്നത് കർണാടകയുടെ ഫാസ്റ്റ് ബസ്സാണ്. ഇതാ ഇവിടെ ആയിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൂടി നിന്ന് എന്തോ കണ്ടുകൊണ്ട് നിൽക്കുന്നു. അവിടെ എന്തോ ചെയ്യുന്നുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം. ദൈവത്തിൻ്റെ ഒരു ശില്പം ചെയ്യുവാണ്. ചെളിയിലും കളർ പൊടിയൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യുവാണ്. അങ്ങനെ ആ ഒരു ക്രിയേറ്റിവിറ്റി എല്ലാം കണ്ടിട്ട് നിന്നപ്പോഴേ ഇവിടെ ആയിട്ട് റോഡിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് നോക്കേ, ആ ഒരു കോഫിയാണോ ചായയാണോ എന്തോ സംഭവം, മക്ന ഡാൻസിലൊക്കെ ഒരു ഡമ്മി കാണുമല്ലോ, അതേപോലെ ഇവിടെ ഒരു ബൊമ്മ കാണുന്നുണ്ട്. എന്താ നമുക്ക് പോയി നോക്കാം. നോർവ ചായ് 10 രൂപ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു ചായ വാങ്ങി കുടിക്കാം. എന്നെ ആകർഷിച്ചത് ഈ ഒരു ഡമ്മിയാണ്. കൊള്ളാം അല്ലേ. ചായ വന്നിട്ടുണ്ട്. ചെറിയ ഗ്ലാസ്സാണ്, കണ്ടില്ലേ, കുഞ്ഞ് ഗ്ലാസ്സാണ്. ഇഞ്ചിയുടെ ഒക്കെ മണമുണ്ട്, ഇഞ്ചി. നല്ല ചൂടുണ്ട്.
ആസ്വദിച്ച് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ പോകുമ്പോൾ മണ്ടയിൽ കയറുമ്പോൾ ദേഷ്യം കയറി വരും. കൊള്ളാം, നല്ല ചായ. അങ്ങനെ ഞാൻ ചായ എല്ലാം കുടിച്ചതിന് ശേഷം വീണ്ടും ബസ് സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുവാണ്. ഇവിടുന്ന് നമുക്കിനി ഹൊസൂർ ബസ്സിൽ കയറിയിട്ടെ ഹൊസൂരേക്ക് പോകാം. ഇവിടുന്ന് ഹൊസൂരേക്ക് 20 കിലോമീറ്ററേ ഉള്ളൂ. സേലത്തേക്ക് 147 കിലോമീറ്റർ ഉണ്ട്. അപ്പോഴേ നമുക്ക് ഹൊസൂർ പോകാം. ഹൊസൂർ പോയി തങ്ങാം. ഏതെങ്കിലും ബസ് നമുക്ക് നോക്കാം ഹൊസൂരേക്കുള്ളേ. നേരം ഇരുട്ടി വരുന്നുണ്ട്. ഇനി കാഴ്ചകളൊന്നും വലുതായിട്ട് കാണില്ല. എന്തായാലും ബസ്സിൽ കയറി പോവാം നമുക്ക്. ഇതെവിടെയായിട്ട് LED ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുണ്ട്. ഹൊസൂർ ബസ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ 19 മണിക്ക്, അതായത് രാത്രി 7 മണിക്ക് വരും. ഇപ്പോൾ സമയം 6:45 ആയിട്ടുണ്ട്. 15 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്താൽ മതി. യെസ്, അങ്ങനെ കുറച്ച് നേരം ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഹൊസൂർ ബസ് വന്നിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ. എന്തായാലും നമുക്ക് ബസ്സിലേക്ക് കയറാം. ആൾക്കാരൊക്കെ ഇടിച്ചു കയറുവാണല്ലോ. വിൻഡോ സീറ്റൊന്നും ഇല്ല, ഏതെങ്കിലും സീറ്റിലിരുന്ന് പോവാം. പ്രതീക്ഷിച്ചതുപോലെ തന്നെ വിൻഡോ സീറ്റ് കിട്ടിയിട്ടില്ല. എന്തായാലും നമുക്ക് പറ്റുന്ന രീതിയിൽ കാഴ്ചകളെ കണ്ടുപോകാം. രാത്രി ആയതുകൊണ്ട് പ്രത്യേകിച്ച് കാണാൻ കാഴ്ചകളൊന്നും ഇല്ല. യെസ്, അങ്ങനെ നമ്മുടെ ബസ് അനേക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ടിരിക്കുവാണ്. ഞാൻ ബസ്സിൽ ടിക്കറ്റ് എടുത്തു. 21 രൂപയാണ് ഹൊസൂർ വരെ പോകുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ്. അങ്ങനെ നമ്മൾ അനേക്കൽ ടൗണിലൂടെ ബസ് മുന്നിലേക്ക് നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് വലിയ കാഴ്ചകളൊന്നും കാണാനൊന്നുമില്ല. ഇനിയിപ്പോഴും നമുക്ക് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞാൻ ഹൊസൂർ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി. അങ്ങനെ ബസ് സ്റ്റാൻഡിന് അടുത്തായിട്ടൊരു ഹോട്ടലിൽ കയറി പ്ലെയിൻ ദോശ കഴിച്ചു. പ്ലെയിൻ ദോശ കഴിച്ചതിന് 60 രൂപയാണ് പ്ലെയിൻ ദോശയുടെ വില. അങ്ങനെ ദോശയെല്ലാം കഴിച്ചതിന് ശേഷം വന്ന് റൂം എടുത്തു. 500 രൂപയാണ് ഈ റൂമിന്. കുഴപ്പമില്ലാത്ത റൂമാണ്. ബാഗ് പോലും മാറ്റിയിട്ടില്ല. ബാഗ് ഇതാ തോളത്തിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, ഈ കാണുന്നതാണ് റൂം. വലിയ കുഴപ്പമില്ല. തിരക്കി കഴിഞ്ഞാൽ വീണ്ടും നല്ല റൂം കിട്ടിയാനെ. ഇതിലും നല്ല റൂം കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞാൽ കിട്ടിയാനെ. പിന്നെ ഇനി രാത്രി കിടന്ന് നടക്കാൻ വയ്യ. ഇപ്പം സമയം 8:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരുപാട് നടന്നിട്ടും ഈ ഒരു റേറ്റിന് ഈ ഒരു ഫെസിലിറ്റി കിട്ടത്തുള്ളെങ്കിലേ പിന്നെ വെറുതെ കിടന്ന് നടക്കുന്നത് വെറുതെയാണ്. അപ്പോഴതുകൊണ്ടാണ് ഞാൻ ഈ റൂം എടുത്തത്. അപ്പോഴെന്തായാലും ഇനിയിപ്പോൾ ഇന്ന് രാത്രി യാത്രയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്നിനി ഇവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം നാളെ ഇവിടെ അടുത്ത് ഏതൊക്കെ അമ്പലമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പോഴങ്ങോട്ടേക്ക് ഒന്ന് കറങ്ങിയിട്ട് സേലത്തിന് വിടാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സേലത്ത് നിന്നിട്ടാണ് ഞാൻ ട്രെയിൻ ടിക്കറ്റ് അങ്ങോട്ടേക്കുള്ളത്. സേലം ടു കൊല്ലമാണ് ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോഴെന്തായാലും നമുക്ക് നാളെ സേലത്ത് പോയേ പറ്റുള്ളൂ. അപ്പോഴെന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.